ലോകത്താകമാനമുള്ള രാഷ്ട്രങ്ങളിലെ ഭരണാധികാരികൾ വലിയ ഭയപ്പാടോട് കൂടിയാണ് ഇപ്പോൾ കഴിയുന്നത്. വെനിസ്വേലയിലെ അട്ടിമറിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം എല്ലാ രാജ്യങ്ങളിലെ ഭരണ കേന്ദ്രങ്ങളിലും വലിയ രീതിയിലുള്ള ഭയപ്പാടുണ്ടാക്കിയിരിക്കുന്നു എന്ന റിപ്പോർട്ട് ഇപ്പോൾ വലിയ തരത്തിൽ ചർച്ച ചെയ്യുകയാണ്. മീഡിയ കവറേജ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ തോതിൽ ഉണ്ടാകുന്നു എന്നും പറയപ്പെടുന്നു. അതിൻ്റെ കാര്യം ഒറ്റുകൊടുക്കുന്ന വിഭാഗങ്ങൾ കൂടെ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്യുന്ന രാഷ്ട്രഭരണാധികാരികൾക്ക് ഭക്ഷണം പാകം ചെയ്യുന്നവരും, മുറ്റത്ത് ചെടി വെട്ടുന്നവരും, മറ്റ് ഈ ബെഡ്സ് പോലെയുള്ള സംവിധാനങ്ങൾ ചെയ്യുന്നവർ, പിന്നെ സുരക്ഷാ കവചങ്ങൾ ഒരുക്കുന്നവർ, നമ്മുടെ ഈ ഡയറി കുറിപ്പ് എഴുതിയിട്ട് ഓരോരോ ദിവസത്തെ വിഷയകാര്യങ്ങളൊക്കെ ഏത് ഭാഗത്തേക്ക് പോകണം, തിരിച്ചെങ്ങനെ വരണം എന്നതിനെക്കുറിച്ചൊക്കെ വിവരങ്ങൾ നൽകുന്നവർ, ഇങ്ങനെ ചേർന്ന് നിൽക്കുന്നവർ എല്ലാം ഒറ്റുകാരാണോ എന്ന് സംശയിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ലോകത്തിൻ്റെ ക്രമങ്ങൾ. അതുകൊണ്ട് പല രാജ്യങ്ങളിലും ഇപ്പോൾ വലിയ രീതിയിൽ അയച്ചുപണി രഹസ്യമായിട്ട് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. വെനിസ്വേല പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോയതിന് ശേഷം ശക്തമായി പ്രതികരിച്ച രാജ്യങ്ങൾ വളരെ കുറവാണ്. അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. കാര്യം അവനവൻ തന്നെ സുരക്ഷിതനാണോ എന്ന് സംശയിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് ചുരുക്കം. റഷ്യ, ചൈന, ഇറാൻ, കൊറിയ ഈ രാജ്യങ്ങളാണ് ശക്തമായുള്ള പ്രതികരണങ്ങൾ നടത്തിയത്. ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ ഒറ്റപ്പെട്ട രീതിയിൽ സൂക്ഷ്മതയോടുകൂടി പിറ്റേന്നും അങ്ങനെയൊക്കെയാണ് പ്രതികരണം നടത്തിയത്. കാര്യം എന്ന് പറഞ്ഞാൽ അവനവനിരിക്കുന്ന കസേര ഉറപ്പ് ഉള്ളതാണോ എന്ന് അവനവന് സംശയം തോന്നുന്ന തരത്തിലേക്കാണ് യഥാർത്ഥത്തിൽ വെനിസ്വേലയുമായിട്ട് ബന്ധപ്പെട്ട രാഷ്ട്രീയ ചിത്രങ്ങൾ പോയിരിക്കുന്നത് എന്ന് ചുരുക്കം. ഇത്തരം സംഭവങ്ങൾ ലോകരാജ്യങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അതേതൊക്കെയാണ് ഉണ്ടായത്, എവിടെയൊക്കെയാണ്, ഏത് വർഷത്തിലാണ് നമുക്ക് നോക്കാം. അഫ്ഗാനിസ്ഥാനിൽ 1996 ആദ്യത്തേത് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ അതിശക്തമായ രീതിയിലുള്ള മുന്നേറ്റത്തിൻ്റെ ആദ്യത്തെ ഭാഗം എന്നും പറയാം. അവിടുത്തെ ഭരണാധികാരിയായിരുന്ന മുഹമ്മദ് നജീബിനെ, അദ്ദേഹം പ്രസിഡൻ്റായിരുന്നു, താലിബാൻ പിടികൂടി വധിച്ചു. അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൻ്റെ ഗേറ്റിൽ കെട്ടിത്തൂക്കി. അത് ഒറ്റായിരുന്നു. വളരെ കൃത്യതയോടുകൂടി ഭരണാധികാരിയായിരിക്കുന്ന വ്യക്തി ആള് കുറഞ്ഞ സമയം, അല്ലെ സൈനികപരമായിരിക്കുന്ന ഈ ഭക്ഷണം കഴിക്കുന്ന അതിനോടനുബന്ധിച്ചുള്ള സമയങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ ഓരോരോ നിമിഷ കാര്യങ്ങളും ചോർത്തിക്കൊടുത്തു. അതിനനുസരിച്ചുള്ള പ്രവൃത്തിയുടെ ഭാഗമായിട്ടാണ് ഭരണാധികാരിയെ പിടികൂടിയത്. വളരെ പെട്ടെന്ന് അത് സാധിച്ചു എന്നുള്ളതാണ്. കൊട്ടാരം വളയുന്നു, വെടിവെപ്പ് നടത്തുന്ന സമയത്ത് ഈ പ്രതിരോധങ്ങൾ വളരെ കുറയുന്നു. ആ പ്രതിരോധവുമായിട്ട് ബന്ധപ്പെട്ട് ഈ അഫ്ഗാനിസ്ഥാനിൽ അന്ന് പ്രതിരോധം ചെയ്യേണ്ട, അതായത് മുഹമ്മദ് നജീബിനെ സംരക്ഷിക്കേണ്ടവരിൽ ആരും കൊല്ലപ്പെട്ടിട്ടില്ല എന്ന റിപ്പോർട്ട് പോലും പുറത്തു വന്നിട്ടുണ്ട്. 1-2 സൈനികർ മാത്രമാണ് മരിച്ചതെന്ന് പറയുന്നു, എന്നാൽ അവർ മരിച്ചിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഏതായിരുന്നാലും ആ സംഭവം നടന്നത് 96-ലാണ്. രണ്ടാമത് ദക്ഷിണ കൊറിയ, പാർക്ക് ജുങ് റീ കോവിഡ് എന്ന് പറയുന്ന പ്രസിഡന്റ് 979 അദ്ദേഹവുമായിട്ട് അഭിപ്രായ ഭിന്നതയിലുണ്ടായി. അങ്ങനെ അട്ടിമറിക്കണമെന്ന് സൈന്യം തീരുമാനിച്ചു. അപ്പോൾ സൈനികർ തീരുമാനിച്ച വളരെ പെട്ടെന്ന് നടക്കും എന്നുള്ളത്. ഇദ്ദേഹം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്ന് പറയുന്നു, അദ്ദേഹം വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നും പറയുന്നു, അവരുടെ സൈനികർ പിടികൂടി വെട്ടിവെച്ചു കൊന്നു. അങ്ങനെ ഭരണത്തിൽ അവിടെ വളരെ പെട്ടെന്ന് മാറ്റണം. ഇതൊക്കെ പെട്ടെന്ന് സംഭവിക്കും. കാര്യം എന്ന് പറഞ്ഞാൽ ഭരണാധികാരികൾക്ക് സംരക്ഷണം നൽകേണ്ട സൈനികർ ആയുധം പിടിച്ചിങ്ങനെ വടി പോലെ നിൽക്കുകയാണ്. അങ്ങനെയാണ് ചെയ്യുന്നത്. ഈ വടി പോലെ നിൽക്കുന്ന സൈനികർക്ക് നേരെ ആ തോക്ക് തിരിച്ച് പ്രസിഡന്റ് നേരെ വെച്ചാൽ തീരുന്ന വിഷയമുള്ളൂ. ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ അതൊക്കെ നടക്കുന്നത്. അങ്ങനെ വിശ്വാസത്തെ അട്ടിമറിച്ചുകൊണ്ട് കൂടെ നിൽക്കുന്ന ആളുകൾ ഭരണത്തിലേറുന്ന എത്രയോ സംഭവം ഉണ്ടായിട്ടുണ്ട്. പാകിസ്ഥാനിൽ തന്നെ കുറേ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇനി ബംഗ്ലാദേശിൽ നമുക്ക് നോക്കാം. സെയ്ദ് ഷിയാദ് റഹ്മാൻ 981 പ്രസിഡന്റായിരുന്ന അദ്ദേഹത്തെ സൈന്യം പിടികൂടുകയാണ് ചെയ്തത്. വിചാരണ ചെയ്യപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. എന്നാൽ അതായത് വിചാരണ ചെയ്യപ്പെടാതെ തന്നെ പിടിച്ച സമയത്ത് തന്നെ വെടിവെച്ച് കൊന്നു എന്നും പറയുന്നു. ഏതായിരുന്നാലും ആ കഥ അവിടെ അവസാനിപ്പിച്ചു. പിന്നെ അവിടെ ഭരണമാറ്റങ്ങൾ ഉണ്ടായി, വലിയ സംവിധാന കാര്യങ്ങളുണ്ടായി. ബംഗ്ലാദേശിൻ്റെ ആ രക്തച്ചൊരിച്ചൽ ഇപ്പോഴും 2026 ആ സംഭവം നടക്കുന്നുണ്ടെന്ന് നമുക്കറിയാവുന്നതാണ്. പല തരത്തിലും പല രീതിയിലും അത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്ന രാജ്യത്ത് നിന്ന് പിന്നെ സമാധാനവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ വളരെ കുറവാണ്, പ്രത്യേകിച്ച് ഈ പറയപ്പെട്ട രാജ്യങ്ങളിലൊക്കെ. നാലാമത്തെ ഇന്ത്യയിലാണ് 984 ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ചു. ആരുടെ വെടികൊണ്ടാണ് മരിക്കുന്നത്? സുരക്ഷാ സൈനികരുടെ വെടികൊണ്ട് മരിക്കുന്നു. സുരക്ഷാ സൈനികർക്ക് ഒരു പ്രസിഡന്റിനെ, പ്രധാനമന്ത്രിയെ വെടിച്ചു കൊള്ളാൻ വളരെ എളുപ്പത്തിൽ സാധിക്കും. ഒരുപാട് അധ്വാനമൊന്നുമില്ലല്ലോ.
അപ്പോൾ വിശ്വസ്തരായിരിക്കുന്ന സുരക്ഷാ സൈനികരുടെ വെടികൊണ്ട് 1984 ഇന്ദിരാഗാന്ധി അവരുടെ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് പോകുന്ന സമുച്ചയത്തിൽ പാർക്ക് ഏറ്റവും വലിയ സുരക്ഷാ മേഖലയ്ക്ക് മധ്യേ നിന്നുകൊണ്ട് വെടിവെച്ച് കൊന്നു എന്ന് പറയുമ്പോൾ നിസ്സാര സംഭവമല്ല. ഇറാഖിൽ 2003 സദ്ദാം ഹുസൈൻ ഒറ്റ കൊടുത്തു. തിക്രിത്ത് എന്ന് പറയുന്ന പ്രദേശത്തെ ഇന്ന ഭാഗത്ത് ഇന്ന രീതിയിൽ ഇന്ന ഏരിയയിൽ അദ്ദേഹം ഉണ്ട് എന്ന് മനസ്സിലാക്കിയ പറഞ്ഞു കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ നിരീക്ഷിക്കപ്പെട്ടു അമേരിക്കൻ സൈനികർ. 24 മണിക്കൂറും ആകാശത്തും ഭൂമിയിലും കൃത്യമായിരിക്കുന്ന നിരീക്ഷണങ്ങൾ നടത്തി. അങ്ങനെ ചില ആളുകൾ ഭക്ഷണമായിട്ട് പോകുന്നതോ തിരിച്ചു വരുന്നതോ ഒരു ഒറ്റപ്പെട്ട ഏരിയയിൽ ആളൊഴിഞ്ഞ ഒരു ഭാഗത്ത് കാണാൻ വേണ്ടി സാധിച്ചു എന്നുള്ളത്. അപ്രതീക്ഷിതമായ രീതിയിൽ അമേരിക്കയുടെ സൈന്യം ആ മേഖല വളഞ്ഞു നോക്കുന്ന സമയത്ത് ഒരു അണ്ടർഗ്രൗണ്ട് പോലെയുള്ള ഒരു ഭാഗത്ത് ഒരു ചെറിയ ഭാഗം കണ്ടു. ആ ഭാഗം ഇങ്ങനെ തുറന്നു നോക്കുന്ന സമയത്ത് അതിനുള്ളിൽ ഒരാളുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ സൂക്ഷിച്ചു നോക്കുന്ന സമയത്ത് അത് സദ്ദാം ഹുസൈൻ ആയിരുന്നു. കയറുകൊണ്ട് പിടിച്ച് പൊന്തിച്ചാൽ പൊന്താവുന്ന രീതിയിലുള്ള ഒരു മൂടിയുണ്ട് എന്നും പറയുന്നു. ഏതായിരുന്നാലും കൃത്യമായിരിക്കുന്ന ഒറ്റാണ്. കൂടെയുള്ളവർ ഒറ്റ കൊടുത്തു, കൃത്യമായ രീതി പറഞ്ഞു കൊടുത്തു. സദ്ദാം ഹുസൈൻ പിടികൂടി വിചാരണ ചെയ്തു, വധശിക്ഷ നടപ്പിലാക്കി. 2011 ലിബിയയിൽ കേണൽ ഗദ്ദാഫിയെ വിമതപക്ഷവുമായിട്ട് ബന്ധപ്പെട്ട കുറേ വിഷയങ്ങളുണ്ടെങ്കിൽ പോലും കൂടെയുള്ളവർ ഗദ്ദാഫിയെക്കുറിച്ച് കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ കൊടുത്തു. അഥവാ ട്രിപ്പോളിയിൽ നിന്ന് ഇന്ന സ്ഥലത്തേക്ക് അദ്ദേഹം പോകുന്നുണ്ട്, അതാണ് വിവരം. അത് അമേരിക്കക്കാണ് വിവരം കിട്ടിയത്. പിന്നെ അമേരിക്ക സൂക്ഷ്മമായ നിരീക്ഷണം നടത്തി. അവിടുന്ന് റഡാർ സംവിധാനത്തിൽ പെടാത്ത രീതിയിൽ ആകാശത്തിൻ്റെ മേലെ നിന്ന് ക്യാമറ പായിച്ചുകൊണ്ട് നിരീക്ഷണം നടത്തുന്നു. അദ്ദേഹം ഇവിടുന്ന് പോകുന്നു. 50ഓളം കാറ് കറുത്ത മെർസിഡീസ് ബെൻസ് പോലെയുള്ള കാറാണെന്ന് പറയുന്നു. അതിലിങ്ങനെ പോകുന്നതിൻ്റെ മധ്യേ അമേരിക്ക ആകാശത്തു നിന്ന് ബോംബിടുന്നു, പൊട്ടിച്ചെതറിൻ്റെ അടിസ്ഥാനത്തിൽ അതിൽ നിന്ന് അദ്ദേഹം ആ സമയത്ത് മരിച്ചിട്ടില്ല. അദ്ദേഹം കാറ് ഡോർ തുറന്നുകൊണ്ട് ഓടി രക്ഷപ്പെട്ടു. ഇവിടെ പോയി ഒരു പച്ചക്കറി മാർക്കറ്റിലോ പച്ചക്കറി ഏരിയയിലോ അഭയം തേടുന്ന സമയത്ത് അവിടുത്തെ സുരക്ഷാ സൈനികർ ഇവർ തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി. ഏതായിരുന്നാലും പിടികൂടി. സാധാരണക്കാർ വിചാരണ ചെയ്തു, നെഞ്ചത്ത് വെടിവെച്ച് കൊന്നു. അമേരിക്കയാണ് കൊന്നതെന്ന് പറയുന്നു, അല്ല വിമതപക്ഷമാണ് കൊന്നതെന്ന് പറയുന്നു. ഏതായിരുന്നാലും കൃത്യമായ രീതിയിലുള്ള ഒറ്റാണ് അവിടെ നടന്നത് എന്ന് ചുരുക്കം. ഇറാനിൽ ഇസ്മായിൽ ഹനിയ വെടിവെച്ചു കൊന്നു. 2024 ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെടുത്തി. ഇസ്മായിൽ ഹനിയ എന്ന് പറഞ്ഞാൽ ഫലസ്തീനിലെ ഹമാസിൻ്റെ നേതാവാണ്. ഹമാസിൻ്റെ നേതാവ് അവിടുത്തെ ഒരു പ്രധാനമായിരിക്കുന്ന ഒരു പരിപാടിക്ക് ക്ഷണിതാവായിട്ട് എത്തിയതാണ്. അതിൻ്റെ തലേദിവസം, ഈ സംഭവം നടക്കുന്നതിൻ്റെ തലേദിവസം അവിടുത്തെ ആയത്തുള്ള അലി ഖംനായി എന്ന് പറഞ്ഞ ആത്മീയ നേതാവുമായിട്ട് സംഭാഷണങ്ങളൊക്കെ നടത്തി. അതിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ പുറത്തു വന്നതാണ്. അത് സുരക്ഷാ മേഖലയിലേക്ക്, അതായത് അവിടുത്തെ ഇറാൻ്റെ ഗവൺമെൻറ്റിൻ്റെ സൈനികർക്കിടയിൽ വലിയ രീതിയിൽ സുരക്ഷാ സംവിധാനം ഒരുക്കുന്ന മേഖലയിൽ അദ്ദേഹത്തെ താമസിപ്പിക്കുന്നു. 6 നില ബിൽഡിംഗ് ആണ് എന്നങ്ങനെ പറയുന്നുണ്ട്. സൈനികരിൽപ്പെട്ടവർ ഇദ്ദേഹത്തെ ഒറ്റുകൊടുത്തു. വളരെ കൃത്യതയോടുകൂടി ആ ലക്ഷ്യം സാധൂകരിക്കാൻ വേണ്ടി, ലക്ഷ്യം കൈവരിക്കാൻ വേണ്ടി ഇസ്രായേൽ സാധിച്ചു. മിസൈൽ പായിച്ചുകൊണ്ട് 5ാമത്തെ നിലയിലാണ് എന്ന് പറയുന്നു, 6ാമത്തെ നിലയിലാണ് എന്ന് പറയുന്നു. ഏതാണെങ്കിൽ ആ നിലയിൽ അദ്ദേഹം താമസിക്കുന്ന റൂമും അദ്ദേഹം ധരിച്ചിരിക്കുന്ന വസ്ത്രത്തെക്കുറിച്ചും അദ്ദേഹം ധരിച്ചിരിക്കുന്ന ചെരുപ്പിനെക്കുറിച്ചും ഏത് സമയത്താണ് റൂമിലേക്ക് കയറിയത് എന്നുള്ളതും എത്രത്തോളം സമയം റൂമിൽ ഉണ്ടാവും എന്നുള്ള കൃത്യമായിരിക്കുന്ന രഹസ്യങ്ങൾ ചോർന്നു. അതിന് 2024 സംഭവം നടക്കുന്നത്. മിസൈൽ പായിച്ചുകൊണ്ട് അദ്ദേഹത്തെ കൊലപ്പെടുത്തി. ആ സമയത്ത് ഇറാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, തങ്ങൾക്കിടയിൽ ഇസ്രായേലിനെ പിന്തുണക്കുന്ന വിഭാഗങ്ങൾ, അതായത് മൊസാദിനെ അനുകൂലിക്കുന്ന വിഭാഗങ്ങളുണ്ട്, തീർച്ചയായിട്ടും തങ്ങളത് കണ്ടുപിടിക്കും. അതിന് പ്രത്യാക്രമണം അല്ലെങ്കിൽ പ്രതികാരം ഇസ്രായേലിന് നേരെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറാൻ ഒരുപാട് വൈകിയിട്ടുണ്ട്, സമയമെടുത്ത്. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതേക്കുറിച്ചുള്ള അന്വേഷണമാണ് സൈനികർക്കിടയിൽ ആരാണ് ഒറ്റുകൊടുത്തത് എന്നുള്ളത്. വലിയ രീതിയിൽ അന്വേഷണം നടത്തി ഒരുപാട് ആൾക്കാർ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പിടികൂടി. അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്, മൊസാദുമായിട്ട് ബന്ധപ്പെട്ട നൂറുകണക്കിന് ആളുകൾ ഇറാൻ്റെ അകത്തുണ്ട് എന്നൊരു തിരിച്ചറിവ് ഇറാന് ബോധ്യമായത് യഥാർത്ഥത്തിൽ അന്നാണ്. പിന്നെ കുറേ അന്വേഷണം നടത്തിയതും ഒരുപാട് ആൾക്കാർ പിടിച്ചെടുത്തൊക്കെ നമ്മൾ പറഞ്ഞതാണ്. കഴിഞ്ഞ ആഴ്ച നടന്ന സംഭവം അടുത്തത് 2026 ജനുവരി മാസം നടക്കുന്നു. വെനിസുലയിൽ മഡോറെ പിടികൂടുന്നു. എങ്ങനെ പിടികൂട്ടിയത്? വളരെ എളുപ്പത്തിൽ. ഏതെങ്കിലും ഒരു അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടത് കേട്ടിട്ടുണ്ടോ? പരിക്കേറ്റ് കേട്ടിട്ടുണ്ടോ? അതല്ലെങ്കിൽ അവിടെയുള്ള വെനിസുലയുടെ ഏതെങ്കിലും സൈനികർ കൊല്ലപ്പെട്ട് കേട്ടിട്ടുണ്ടോ? ആർക്കെങ്കിലും പരിക്കേറ്റ് കേട്ടിട്ടുണ്ടോ? അവരുടെ മുറ്റത്ത് വെച്ച ഒരു ചെടിയുടെ ഇല പോലും പൊയിഞ്ഞു പോവാത്ത രീതിയിൽ ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റിനെ വളരെ എളുപ്പത്തിൽ അറസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ പിടികൂടുക മാത്രമാണോ ചെയ്തത്? ആ രാജ്യത്തിൻ്റെ അതിർത്തി കടത്തി പിന്നീട് അത് വിമാനത്തിൽ കയറ്റി അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്ത് എത്തിച്ച് വിചാരണ ചെയ്യാൻ മാത്രം ഇവിടെ നടന്ന സംബന്ധം വളരെ സിമ്പിൾ. സൈനികർ ഒറ്റുകൊടുത്തു.
നിങ്ങൾ വന്നോളൂ, ഇന്ന സമയത്ത് ആൾ ഇന്ന സ്ഥലത്തുണ്ടാവും, ഇന്ന രീതിയിലാണ്, ഞങ്ങൾ ആ സമയത്ത് മാറി നിൽക്കും, നിങ്ങൾ ഇങ്ങോട്ട് കയറിയാൽ മതി, പോകാനുള്ള വഴി ഇതാണ്, വരാനുള്ള റൂട്ട് ഇതാണ്, കൃത്യമായ രീതിയിൽ വരച്ച് പ്ലാൻ ചെയ്തിട്ട് അവരുടെ കയ്യിലായിട്ട് കൊടുത്തു. അവർ ആ സമയത്ത് അതേ രീതിയിൽ വരുന്നു, ആൾ പിടികൂടുന്നു, ആൾ ഓടി രക്ഷപ്പെടാൻ നോക്കുന്നു, കാല് പിടിച്ച് വലിക്കുന്നു, താഴിടുന്നു, അങ്ങനെ വലിച്ചു കയറ്റുന്നു. കൂടെ ഭാര്യ ഉണ്ടായിരുന്നു, ഭാര്യ കിട്ടും, അപ്പോൾ തന്നെ കണ്ണൊക്കെ പൂട്ടുന്നു, കൊണ്ടുപോകുന്നു. ഇപ്പോൾ നടന്ന സംഭവം എന്താണ്? കൂടെ ഉള്ളൊരു ഒറ്റക്കൂടെ. ഈ ഒരു സംഭവം അന്താരാഷ്ട്ര തലത്തിൽ ഇപ്പോൾ വലിയ ചർച്ചയാണ്. നമ്മൾ സുരക്ഷിതരാണോ എന്ന് ഓരോരോ രാജ്യത്തിൻ്റെയും പ്രസിഡന്റുമാരും പ്രധാനമന്ത്രിമാരും ഒക്കെ പരിശോധിക്കുന്ന ഒരു വല്ലാത്ത സാഹചര്യത്തിലേക്ക് വെനിസ്വേല സംഭവം എത്തിയിട്ടുണ്ട്. ഒരുപാട് സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ പോലും ഇത്ര എളുപ്പത്തിൽ ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റിനെ പിടിച്ച് രാജ്യം കടത്താൻ വേണ്ടി സാധിച്ചത് ഒരു പക്ഷേ ഇതാദ്യമായിട്ടാണ്. നമ്മുടെയൊക്കെ വർത്തമാന കാലത്ത് ഏതായാലും ആദ്യമായിട്ടാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ എല്ലാ രാജ്യത്തിലെ ഭരണാധികാരികളും അതീവ രഹസ്യമായ രീതിയിൽ തങ്ങളുടെ സൈനികരുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് വലിയ രീതിയിൽ അന്വേഷണം നടത്തുന്നുണ്ട്. രഹസ്യാന്വേഷണം എന്ന് പറയുന്നുണ്ട്. ചില സൈനികരൊക്കെ മാറ്റിയതായിരിക്കുന്ന വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ സൂക്ഷ്മമായിരിക്കും നിരീക്ഷണം നടത്തും. അതായത് ഈ സൈനികർക്ക്, ഈ സുരക്ഷാ സംവിധാനം ഒരുക്കുന്നവർക്ക് മുൻപിൽ ഞാൻ സുരക്ഷിതരാണോ എന്നുള്ളതാണ് ഇപ്പോൾ രാഷ്ട്രത്തിലെ പല ഭരണാധികാരികളും സംശയിക്കുന്നത് എന്നാണ് ഈ സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.